കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും അംഗനവാടികൾക്കും അവധി ബാധകമായിരിക്കും. വിരളുമായി കൂടിക്കൂടുന്നതിനും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നാളെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്ക് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പും. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, അതായത് ഈ കോഴിക്കോട്, അതുപോലെ വയനാട്, കാസർഗോഡ്, ഈ 3 ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അവധിയാണ് നൽകിയിരിക്കുന്നത്. അതായത് സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അതേപോലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള അംഗനവാടികൾക്കും ഈ ജില്ലകളിലൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പരീക്ഷകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകളും സർവകലാശാല പരീക്ഷകൾക്കും മാറ്റമില്ല എന്നുകൂടിയുണ്ട്. ഈ വയനാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാരണമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ മേഖലയായിട്ടുള്ള ഈ മേപ്പാടി പരിധിയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ശനി, ഞായർ ദിവസങ്ങളിൽ വയനാട് ജില്ലകളിൽ ഈ ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണമുണ്ട്. റിസോർട്ടുകളും ഹോം സ്റ്റേകളും തുറക്കരുത് എന്നുകൂടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പം മുമ്പാണ് കലക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നത്. ഈ വയനാട്ടിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഒരു കൺട്രോൾ റൂം കൂടി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ 3 ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. പക്ഷെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരം. റെഡ് അലേർട്ടാണ് കണ്ണൂരും അതുപോലെ കാസർഗോഡും വയനാടും കോഴിക്കോടും ഒക്കെ റെഡ് അലേർട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.